നമസ്കാരം. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായതോടെ ഇന്ത്യൻ സ്റ്റാർ ബാറ്ററായ KL രാഹുലിന്റെ സമയം തിളങ്ങിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 3 മത്സരങ്ങളിൽ നിന്നും തുടർച്ചയായ രണ്ടാം 50+ സ്കോറാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇതോടെ ഇന്ത്യൻ T20 ടീമിലേക്കുള്ള രണ്ടാം വരവിനും KL രാഹുലിന് അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ പോരാട്ടത്തിൽ 4-ാമനായി ക്രീസിലെത്തിയ ശേഷം മാച്ച് വിന്നിംഗ് പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചത്. പുറത്താകാതെ 93 റൺസുമായാണ് രാഹുൽ ടീമിന്റെ ഹീറോയായി മാറിയത്. വെറും 53 പന്തുകൾ മാത്രമേ അദ്ദേഹത്തിന് ഇതിനായി വേണ്ടി വന്നിട്ടുള്ളൂ. 7 ഫോറുകളും 6 സിക്സറും ഉൾപ്പെട്ടതാണ് ഇന്നിംഗ്സ്. ഡൽഹി ക്യാപിറ്റൽസ് 6 വിക്കറ്റിന്റെ വിജയം ആഘോഷിച്ച മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചും രാഹുൽ തന്നെ. ഈ സീസണിലെ IPL-ലെ റൺ വേട്ടക്കാരെ എടുത്താൽ ഡൽഹി ക്യാപിറ്റൽസ് താരമായ KL രാഹുൽ 8ാം സ്ഥാനത്താണുള്ളത്. ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ 4 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞെങ്കിലും അദ്ദേഹം 3ാമത്തിൽ മാത്രമേ പങ്കാളിയായിട്ടുള്ളൂ. ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള ആദ്യ മത്സരത്തിൽ നിന്നും രാഹുൽ വിട്ടുമാറിയിരുന്നു. 3 ഇന്നിംഗ്സുകളിൽ നിന്നും 92.50 എന്ന ഗംഭീര ശരാശരിയിൽ 169.72 എന്ന സ്ട്രൈക്ക് റേറ്റോടെ 185 റൺസാണ് രാഹുൽ നേടിയിട്ടുള്ളത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഇപ്പോൾ ഏറ്റവും അധികം റൺസ് നേടിയതും രാഹുൽ തന്നെ. സമീപകാലത്ത് ഇന്ത്യൻ ടീമിന്റെ T20 പരമ്പരകളിലെല്ലാം വിക്കറ്റ് കാത്ത മലയാളി താരം സഞ്ജു സാംസണെ ഓവർടേക്ക് ചെയ്താണ് അദ്ദേഹം 1ാമതെത്തിയിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സീസണിൽ 5 മത്സരങ്ങൾ സഞ്ജു കളിച്ചു കഴിഞ്ഞു. ഇവയിൽ 35.60 ശരാശരിയിൽ 180.84 സ്ട്രൈക്ക് റേറ്റിൽ 178 റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത്. ഒരു 50+ സ്കോറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആവറേജ്, സ്ട്രൈക്ക് റേറ്റ്, 50+ സ്കോറുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും സഞ്ജുവിനെ പിന്തള്ളിയിരിക്കുകയാണ് KL രാഹുൽ. ഡൽഹി ക്യാപിറ്റൽസിന്റെ കുപ്പായത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു മാജിക്കൽ പ്രകടനം തീർച്ചയായും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെയും ശ്രദ്ധ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. സീസണിൽ തുടർന്നുള്ള മത്സരങ്ങളിലും ഫോം ആവർത്തിക്കാനായാൽ രാഹുലിനെ അദ്ദേഹം T20 ടീമിലേക്ക് തിരികെ വിളിക്കുന്നതിലും സംശയമില്ല. ഓപ്പണിംഗ് മുതൽ ബാറ്റിംഗിൽ ഏത് പൊസിഷനിലും കളിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് രാഹുലിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത്. നിലവിൽ ഏകദിനത്തിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ കൂടിയാണ് അദ്ദേഹം. സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്ന കാരണത്താലാണ് രാഹുലിന് നേരത്തെ ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം നഷ്ടമായത്. എന്നാൽ ഏത് യുവതാരത്തെയും വെല്ലുന്ന പ്രഹരശേഷി തനിക്കുണ്ട് എന്ന ഈ സീസണിലെ IPL-ൽ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ്. 2024 നവംബറിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് രാഹുൽ അവസാനമായി T20 കളിച്ചത്. അതിനുശേഷം ഇതുവരെ അദ്ദേഹം T20 ടീമിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ വർഷം ഇത് സംഭവിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കായി 72 T20കളിൽ രാഹുൽ കളിച്ചിട്ടുണ്ട്. 2 സെഞ്ചുറികളും 22 അർദ്ധ സെഞ്ചുറികളും അടക്കം 2265 റൺസാണ് രാഹുൽ സ്കോർ ചെയ്തിട്ടുള്ളത്.